ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നിവിടെ ഒരു നൂലുകെട്ട് സെറമണിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി ഔട്ട്ഫിറ്റ് ചെയ്യാം. അപ്പം നമുക്കിത് ഒരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന മെറ്റീരിയൽ പോളിക്കോട്ടനും കോട്ടൺ ലൈനിങ്ങുമാണ്. ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചൂടെടുക്കുക അങ്ങനെയൊക്കെ ഒരു ഇതുകൊണ്ട് ഞാൻ ലൈനിങ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി, അതിനുശേഷം അതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട്. ഷോൾഡർ നമുക്കൊരു നാല് ഒക്കെ വേണം. പിന്നെ അതിൻ്റെ ആം ഹോൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ആം ഹോളിൻ്റെ ലെങ്ത് നമുക്കൊരു 3.5-4 എടുക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും അതിൻ്റെ ലെങ്ത് ഒന്നും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് വീണ്ടും ഒന്ന് അടയാളപ്പെടുത്തിയത്. പിന്നെ അതിന് ശേഷം ആ ലൈനിങ് തുണി നല്ല തുണിയിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെസ്റ്റ് അളവൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. ചെസ്റ്റ് അളവ് നമ്മൾ എടുക്കുന്നത് 20 കേട്ടോ. 20-ൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ 20 എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് വെച്ച് കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കഴുത്തൊക്കെ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ 2 ഇഞ്ച് ലെങ്താണ് നമ്മൾ കഴുത്തിന് വേണ്ടി എടുത്തേക്കുന്നത്. അതിൻ്റെ വിട്ടും നമ്മൾ 2 ഇഞ്ചാണ്. പിന്നെ നമ്മൾ 1 ഇഞ്ച് മാറ്റി ഒന്ന് അടയാളപ്പെടുത്തി നീളത്തിൽ വരയ്ക്കണം. കാര്യം നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് ഓപ്പൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് സൈഡായിട്ടാണ് നമ്മളത് അതിൻ്റെ ഓപ്പൺ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് അധികം വീഡിയോസും കാര്യങ്ങളും എടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കഴുത്ത് നമ്മൾ വെട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് ചെറുതായിട്ട് നമ്മളൊന്ന് ചരിച്ച്, അതിൻ്റെ കഴുത്ത് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല തുണിയിലും വെട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രസ് ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ കുട്ടികളുടെ ബേബി ഗേൾസിൻ്റെ ബ്ലൗസിനൊക്കെ ചെയ്യില്ലേ, നമ്മൾ ഹൂക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതേപോലെയാണ് ഇതിന് പ്രസ് ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ലൈനിങ്ങും നല്ല തുണിയും വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പ്രസ് ബട്ടൺ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിൽ അതിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഷർട്ടിൻ്റെ നീളത്തിനനുസരിച്ച് ഒരു തുണി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ മടക്കി അകത്തേക്ക് വെക്കുകയാണ്. നല്ല രീതിക്ക് അത് അകത്തേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ പ്രസ് ബട്ടൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനത് അകത്തേക്ക് വെച്ചിട്ട് പുറത്തും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് വൃത്തിയായിട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ 2 പീസിലും നമുക്ക് അതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. വീണ്ടും പറയുന്നത്, നമ്മൾ ബ്ലൗസിന് ചെയ്യുന്ന അതേ രീതിക്കാണ് നമ്മളിതും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസ് ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് ജോയിൻ ചെയ്യണം. ബാക്ക് പീസിൻ്റെ പുറത്ത് നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ വെച്ച് കറക്റ്റൊക്കെ ആക്കിയിട്ട് വേണം നമ്മളത് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മളത് സൈഡിലെ ഷോൾഡർ നമ്മളത് ജോയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് നോക്കണം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം. അതിൻ്റെ ഷോൾഡറൊക്കെ ജോയിൻ ആവുന്നത് കറക്റ്റ് ആവാൻ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിന് വരും. അപ്പോൾ നമ്മളതെല്ലാം നോക്കി അതിൻ്റെ അടുത്ത ഷോൾഡർ നമ്മളത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫ്രണ്ട് നമുക്കിങ്ങനെയാണ് കിട്ടുന്നത്, ഫ്രണ്ടും ബാക്കും ഒക്കെ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കതിൻ്റെ കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോളറിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു മെഷർ എടുത്ത് ഒരു 12 കിട്ടുന്നത്. പിന്നെ നമുക്ക് കോളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 2 ഇഞ്ച് വീതിക്ക് നമ്മൾ തുണിയെടുത്തു. കോളറൊക്കെ ചെയ്യാനുള്ള രീതിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, തുണി എടുക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നമ്മളത് മടക്കി ചിലർ ക്യാൻവാസ് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് കുഞ്ഞു ഭാവി ആയതുകൊണ്ട് നമ്മളതിന് ക്യാൻവാസ് വെച്ചിട്ടില്ല. ഇനി നമ്മൾ ആ കോളർ മടക്കി അടിക്കുവാണ്. മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ പതിച്ചടിച്ച് നീറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിന് സ്ലീവ്ലെസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ആ ഒരു സൈഡൊക്കെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസിന് 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്ലീവിൻ്റെ, അതായത് സ്ലീവ്ലെസ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ മടക്കി അടിച്ച് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വൃത്തിയായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളതിൻ്റെ ലെങ്ത് എടുത്തിട്ട് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മളത് മടക്കി 2 സൈഡും, അതായത് എല്ലാ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ മടക്കി വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വശവും കൂടെ നമ്മൾ വൃത്തിയായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈവൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 80% നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ഓപ്പൺ വരുന്ന പോർഷനിൽ പ്രസ് ബട്ടൺ കൊടുത്ത് പിന്നെ നമുക്കതിനകത്ത് ഷോ ബട്ടണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2-3 ഷോ ബട്ടൺ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും, നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും ഇതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.